ആരെയാണ് പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? വെള്ളരിക്കാപട്ടണം അതിന് കാത്തിരിക്കുന്നു. ഇത് വളച്ചൊടിച്ച വാർത്തകളുമായി ബിഗ് ബി റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പേടിക്കണം. രാവിലെ 10:30 മണിക്കാണ് ജില്ലാ കളക്ടറുമായുള്ള രാമനുണ്ണിയുടെ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. സ്വയം രക്ഷയ്ക്കായി തോക്ക് കൈവശം വെക്കുന്നതിനുള്ള ലൈസൻസ് അനുവദിക്കുന്നതിനായി ഇന്ത്യൻ ആംസ് ആക്ട് നിഷ്കർഷിക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ് ഈ കൂടിക്കാഴ്ച. വധഭീഷണി നിലനിൽക്കെ പോലീസ് സംരക്ഷണത്തിലായിരിക്കും രാമനുണ്ണി എത്തിച്ചേരുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ടൈറ്റ് ആവുമെന്ന് ഞാൻ കരുതി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ടാക്സി വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ സാർ? ഷോ, അതൊക്കെ മോശമല്ലേ? അത്രയും കാശ് നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കാന്ന് പറഞ്ഞാൽ ഇതാകുമ്പോൾ 40-50 രൂപ കൊടുത്താൽ പോരെ? ഉണ്ടല്ലോ അല്ലേ? പേടിക്കണ്ട, കാശൊന്നും കൊടുത്ത ശീലം നിങ്ങൾക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതിനുള്ളതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. ഓ, ഇവിടെ ചാനലും വെള്ളമുള്ളൂ. അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തല്ലേ? ഇവിടെ നിർത്തിക്കോ ചേട്ടാ, ഇവിടെ നിർത്ത്. ഇവിടെ നിർത്ത്. ഇയാളെന്ത് പണി കാണിക്കുക? എന്താ പേര്? സുമേഷ് വെഞ്ഞാറ. സന്തോഷായി ഇവിടെ തന്നെ കൊണ്ട് നിർത്തിയതിന്. ഈ ടി വിക്കാരൊക്കെ എന്തെങ്കിലും ഉഷാറാവുള്ളൂ. എന്നെ ടി വിക്കാരല്ല. ഓ, സന്തോഷം. എവിടെയെങ്കിലും വെച്ച് കാണാം. ഇറങ്ങി സാറേ. ഓ, അങ്ങോട്ട് മാറി നിൽക്കാൻ. നിങ്ങൾ ആള് പോട്ടെ. അങ്ങോട്ട് വഴിവിട്. പാർട്ടി ഉന്നയിച്ച കുറ്റങ്ങൾ സത്യമായതുകൊണ്ടാണോ താങ്കൾ ഇതുവരെ ഒന്നും പുറത്ത് പറയാതിരുന്നത്? ഇത്തിരി കഴിഞ്ഞിട്ട് പോരെ? സമയം താ, സാവകാശം താ. പറയണുണ്ട് വിശദമായിട്ട്. മാർഗെ ഈ തോക്ക് ലൈസൻസ് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടല്ലേ മിസ്റ്റർ? അല്ലടോ, പബ്ലിക്കായിട്ട് ഒരു സ്റ്റണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇനിയൊരു കയ്യേറ്റ ശ്രമം ഉണ്ടായാൽ നിങ്ങൾ തോക്കെടുത്ത് ഉപയോഗിക്കൂ. എന്റെ തടി ഞാൻ തന്നെ നോക്കണ്ടേ ചന്ദ്ര? അല്ലെങ്കിൽ തന്നെ പോലെ ഉശിരുള്ള ഒരു അളിയൻ എനിക്ക് വേണമായിരുന്നു. അതൊരു ധൈര്യ. ഇതിപ്പോ എനിക്ക് കെട്ടാൻ പറ്റിയൊരു പെങ്ങള് തനിക്കില്ലല്ലോ. ശരിക്കൊരു വധശ്രമം താങ്കൾ ഭയക്കുന്നുണ്ടോ? കുറെ നാള് കൂടെ കിടന്ന് രാപ്പിനി അറിഞ്ഞതല്ലേ. പാർട്ടിക്കാരനാവുമ്പോ ചത്ത രക്തസാക്ഷിയെങ്കിലും ആവാം. ഇപ്പൊ അതാണ് അവസ്ഥ. ഒരു സാക്ഷി പോലും ഉണ്ടാവില്ലടോ. എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല. ജീവന് പേടിയുള്ള ഒരുത്തനും എന്റെ മുമ്പിലേക്ക് കയറി വരണ്ടെന്നുള്ളൊരു താക്കീത്. അതാണ് ഈ ലൈസൻസ്. സാർ, നിങ്ങൾ എന്താണ് സാർ ഇങ്ങനെ നിൽക്കുന്നത്? എനിക്ക് സുരക്ഷ തരൂ, വഴിയൊരുക്കൂ. സാർ, ഈ സിറ്റുവേഷനിൽ ഇതെന്തായാലും കോൺട്രവേഴ്ഷ്യൽ ആവും. പക്ഷേ പേപ്പേഴ്സൊക്കെ സപ്പോർട്ടീവാണ്. ഫോണിലൂടെയുള്ള ഭീഷണി തന്നെ ഉണ്ട് 12 FIR. പിന്നെ കാറ് തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനുണ്ട് 2 എണ്ണം. മോറോവർ അച്ഛൻ രക്തസാക്ഷിയാണെന്നുള്ളതും ഒരു പ്ലസ്സാണ്. റെക്കോർഡ്സിൽ എങ്ങനെയുണ്ടോ രക്തസാക്ഷി? ഇല്ല, അതില്ല. കൊല്ലപ്പെട്ടു. അതെ. ഓക്കെ മിസ്റ്റർ രാമനുണ്ണി, ഉച്ചയോടുകൂടി ലൈസൻസ് ഇഷ്യൂ ചെയ്യും. അതിനുശേഷം തോക്ക് കൈപ്പറ്റാം. ഓക്കെ, താങ്ക് യു സർ. കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട യുവ MLA രാമനുണ്ണിക്ക് വധഭീഷണി നിലനിൽക്കുന്നതിനെ തുടർന്ന് ആത്മരക്ഷാർത്ഥം തോക്ക് കൈവശം വയ്ക്കുന്നതിനുള്ള ലൈസൻസ് പാലക്കാട് ജില്ലാ കളക്ടർ അനുവദിച്ചു നൽകി. റിവോൾവർ ഇനത്തിൽ വരുന്ന കൈത്തോക്കിനാണ് ലൈസൻസ് അനുവദിച്ചതെന്ന് അധികാരികൾ അറിയിച്ചു. ഇതിനിടെ രാമനുണ്ണി എതിർചേരിയായ NSPയിലേക്ക് ചേക്കേറുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് NSPയുടെ സംസ്ഥാന അധ്യക്ഷൻ സാഗർ നാഗമ്പടം രാമനുണ്ണിയുമായി ഇന്ന് TV-യിൽ കൂടിക്കാഴ്ച നടത്തി. ചർച്ചയ്ക്ക് ശേഷം പുറത്തുവന്ന ഇരുവരും വെറും സൗഹൃദ സംഭാഷണം എന്നാണ് ചർച്ചയെ വിശേഷിപ്പിച്ചത്. ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക. എല്ലാം പുറകെ അറിയിക്കാം. ശരി എന്നാ. നമസ്കാരം. നിന്നോടാ പറഞ്ഞത് നിർത്താൻ. ഞാൻ നിർത്താനാ പറഞ്ഞത്. ഞാൻ എന്ത് പോകരുത്തരമായി കാണിക്കുന്നേ? ഇത് രാമനുണ്ണിയുടെ മാത്രമല്ല, രാഗിണി സഖാവിന്റെ കൂടി വീടാ. നിങ്ങൾ എറിഞ്ഞോടാ, ഇത് രാമനുണ്ണിയുടെ വീടാ.
രാമനുണ്ണിയും NSPയുടെ നേതാക്കളും ഇന്ന് TBയിൽ കൂടിക്കാഴ്ച നടത്തിയല്ലോ. എന്താണ് മാഡത്തിന്റെ പ്രതികരണം? സ്വന്തം അച്ഛന്റെ രക്തസാക്ഷിത്വത്തെ അപമാനിച്ചവനാണവൻ. എന്റെ ഗർഭപാത്രത്തെ അപമാനിച്ചവൻ, പാർട്ടിയെ ചതിച്ച വർഗവഞ്ചകൻ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിക്കെതിരെ NSPയുടെ സ്ഥാനാർത്ഥിയായി രാമനുണ്ണി തന്നെ മത്സരിക്കാനുള്ള സാധ്യത ഏറി വരികയാണ് എന്ന് പറയുന്നു. വർഗവഞ്ചകരെ മുഖം നോക്കാതെ, രക്തബന്ധം പോലും നോക്കാതെ എതിരിട്ട പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത്. രാമനുണ്ണിയാണ് NSP സ്ഥാനാർത്ഥിയെങ്കിൽ ആ രാഷ്ട്രീയ ഹിജടയ്ക്കെതിരെ പ്രവർത്തിക്കാൻ മുൻനിരയിൽ തന്നെ ഉണ്ടാവും ഈ ഞാൻ. എന്തായാലും ആയിക്കരയിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുമെന്ന കാര്യം ഉറപ്പാണ്. രാമനുണ്ണിയുടെ രാഷ്ട്രീയ ഭാവി എന്തായി തീരും? ഏതാ സാറേ ഈ കുറഞ്ഞതല്ല? എന്നെ പെറ്റ എൻ്റെ സ്വന്തം തള്ളയാടോ. അയ്യോ സോറി സാറേ, അറിയില്ലായിരുന്നതാ. സാരില്ലട്ടാ. വേനച്ചോ? അയ്യോ ഇല്ല സാർ, ഇല്ലേ? ഇപ്പൊ കുറച്ച് വേന എടുക്കുന്നില്ല സാറേ. ആ നല്ല കുട്ടി. തൽക്കാലം അതെങ്കിൽ അത് ഓടിക്കാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു ചെക്കനെ കൂടെ പറഞ്ഞു വിടണേ. കൂടെ ഒരു 50 റുപ്യ. കാശിന് കാശ് തന്നെ വേണ്ട റൗത്തരെ. പൊളിറ്റിക്സ് അല്ലേ വീട്ടിൽ നിന്ന് കൊണ്ട് ചിലവാക്കാൻ പറ്റുമോ? ബാറൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയ്ക്ക് ടൈറ്റ് വന്നിട്ടില്ലെന്നേ. ഇതിപ്പോൾ കുരങ്ങൻ ആ പൂരിതലായിപ്പോയി. എന്ത് ഉറപ്പിക്കാനൊന്നുമില്ല. ബൈ ഇലക്ഷന് രാമനുണ്ണി തന്നെ. രാമനുണ്ണി സാർ തന്നെയാണ് NSPയുടെ കാൻഡിഡേറ്റ്. അതൊക്കെ പറയേണ്ടവർ പറയേണ്ടപ്പോൾ പറഞ്ഞോളും. താൻ കണ്ണും കൂടി കാശ് ഇറക്കുക റൗത്തരെ. എന്തെന്ന്? ജയ് ഹിന്ദ്. നമസ്കാരം, ഞാൻ TC തോമസ് ചാക്കോ, യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാ. 9-1. അയ്യോ അതല്ല, 9 ജനറൽ സെക്രട്ടറിമാരുണ്ട്, അതിലൊരാ. ഓ, സാഗർ സാറ് ഡെപ്യൂട്ടി ഇതാണ്. ഈ NSPയുടെ രീതികളൊക്കെ സാറിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പാപ്പാന്റെ റോളാണ് എനിക്ക്. സാറ് അനുസരണക്കേടൊന്നും കാണിക്കല്ലേ.